സങ്കീർത്തനം 34. 34-ാമത്തെ സങ്കീർത്തനം. വായിച്ച വാക്യം തന്നെ നമുക്ക് ആവർത്തിച്ച് വായിക്കാം. ഭാവി കതിർമേലേക്ക് മുമ്പിൽ വെച്ച് കുതിപുറമെ മുടിക്കുകയും അവിടെ നിന്നാണ് ആട്ടിക്കളയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടുക സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയെ പ്രശംസിക്കുന്നു. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ എനിക്ക് ഉത്തരമരളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർ ചുറ്റും ആളെയും ഇറങ്ങി അവരെ വിടുവിക്കുന്നു. നല്ലവനെന്ന് രുചിച്ചറിവി, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കണ്ടിട്ട് ദീർഘായുസ് സൃഷ്ടിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും ജീവനെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്ടപ്രവൃത്തിക്കാരൻ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് വരെ വിടുവിച്ചു. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകാതിരിക്കുകയില്ല, ഒന്നും ഒടിഞ്ഞു പോവുകയില്ല. അനർത്ഥ ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. അവൻ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീട്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പിഴവുകളും കർത്താവ് ക്ഷമിച്ച് ഞങ്ങളെ കൃപയിൽ അതാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കണം. കർത്താവ് ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, എല്ലാ കലക്കത്തിന്റെ ആത്മാവിനെയും നീക്കി കർത്താവെ ശാന്തതയുടെയും സ്വച്ഛമായ വെള്ളത്തിന്റെയും അടുക്കിലേക്ക് ഞങ്ങളെ നടത്തുന്ന കർത്താവ്, ഇന്നും കർത്താവ് ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ദൈവമായിരിക്കും. കർത്താവിനെ സ്തുതിക്കുന്നു. നീ ആരാധനയെങ്കിൽ കർത്താവ് പ്രസാദിക്കണം. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും ദൈവശക്തിയും നൽകി തരുമാറാകണം. ദൂരെ ആയിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവ് എന്ന ആരാധനയിൽ കുട്ടികളെ മുടക്കുന്ന സാധനത്തിന് വേണ്ടി, നിതയ്ക്ക് വേണ്ടി, ദൈവമേ, പ്രത്യാശന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, തുറസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ധ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവയ്ക്കും ഭവനത്തിനും വേണ്ടി, പുസ്തകം ഭവനത്തിനും വേണ്ടി, ദൈവമേ, കർത്താവെ, ഇത് സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവെ, ഞങ്ങൾ അറിഞ്ഞും അറിവുകൂടാതെയും വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇത് ആത്മീയ വർധനവിനും കർത്താവെ വിശുദ്ധ ജീവിതത്തിനും കാരണമാക്കി പ്രചോദനമാക്കി തീർക്കുവാൻ്റെ കർത്താവ് പ്രസാദിക്കുമാറാകണം. പിന്നെ നമ്മഹത്തോട് പോരാകട്ടെ. താഴ്ത്തുന്നു, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. വിദ്യാഭ്യാസത്തെയും ബന്ധപ്പെട്ട സഭയ്ക്ക് വേണ്ടി, രക്ഷാൻ അടയ്ക്കാട്ടുള്ള സഭയ്ക്ക് വേണ്ടി, ആരൊക്കെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പിന്നെ കർത്താവ് കാത്തോളണം, കരുതിക്കൊള്ളണം. നന്മകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഉപകരിക്കും. ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിന്
മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനത്തെ അറിയിക്കുക. ദൈവം നമുക്ക് കഴിഞ്ഞ ഒരു ആഴ്ചവട്ടക്കാലവും കൂടി നൽകി. കഴിഞ്ഞ ആഴ്ച ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവനുള്ളവരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല. അത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും ബാധകമാണ്. വിശ്വാസത്തിലുണ്ടായിരുന്നവർ പലരും ഇന്ന് അവിശ്വാസത്തിലില്ല. ഇല്ലാത്തവർ പലരും ഉണ്ടായി. ദൈവസഭയിലുണ്ടായിരുന്നവർ പലരും ഇല്ല. ഇല്ലാത്തവർ പലരും ഉണ്ടായി. ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ അനുഭവങ്ങളിൽ ഇന്ന് നമ്മെ ഭൂമിയിൽ ജീവനോടെ, വിശേഷ സഭയിൽ, വിശ്വാസത്തിൽ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നമ്മുടെ കൂട്ടുസഹോദരങ്ങളോടൊപ്പം നമ്മെ നീക്കിക്കളയാതെ സൂക്ഷിച്ചല്ലോ. നമ്മെ കർത്താവ് കാത്തല്ലോ. കർത്താവിന്റെ ദയ വലിയത് തന്നെയാണ്. അവന്റെ വിശ്വസ്തത ഏറ്റവും വലുത് തന്നെയാണ്. അതുകൊണ്ട് നാം എപ്പോഴും നന്ദിയുള്ളവരായി ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ അങ്ങേയറ്റം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിലായിരിക്കണം. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് പോലെ നിങ്ങളും ജഡത്തിലിരിക്കുന്നതായതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളു. ലോകത്തിലുള്ള കഷ്ടം കണ്ടുകൊണ്ട് ആരും എനിക്കത് വന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നത് ശരീരത്തിൽ ജീവിക്കുന്നുണ്ടോ? ശരീരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഒരു മനുഷ്യന് കഷ്ടം വരാം. അത് ഇന്ന കാരണങ്ങൾ കൊണ്ടൊന്നുമില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ യോബിന് കഷ്ടം വന്നത് എന്തിനു വേണ്ടിയിട്ട്? അവൻ ചെയ്തത് തെറ്റല്ല, അവന്റെ പാപമല്ല. ദാവീദ് ചെയ്തത് എന്തിനു വേണ്ടി? ദാവീദിന്റെ കഷ്ടം അനുഭവിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അവന്റെ അനീതിയും അവന്റെ ദുഷ്ടതയല്ല. ശൗല് കഷ്ടം അനുഭവിച്ചത് അവന്റെ തെറ്റ്. ഇങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും കാരണത്താൽ ഒരു മനുഷ്യന് കഷ്ടത വരിക എന്ന് പറയുന്നത്, അതിന് പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ കാരണം അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ മുൻ നിമിത്തമൊക്കെ നമുക്ക് നന്മയ്ക്ക് മാത്രമേ അത് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും പ്രയാസപ്പെട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഈ പ്രയാസം ദൈവം നമുക്ക് തരണം ചെയ്യാനായിട്ട് കൃപ വന്നല്ലോ. കർത്താവ് വിശ്വസം നമ്മളൊപ്പം ഇരുന്നല്ലോ എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രശംസിക്കാനില്ല. നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മളിത് വചനത്തിൽ വായിച്ചതുപോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എപ്പോൾ വാഴ്ത്തും? എല്ലാ കാലത്തും വാഴ്ത്തും. അപ്പൊ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു. തന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അപ്പൊ എല്ലാ കാലത്തും വാഴ്ത്തുന്ന വായ്, എപ്പോഴും സ്തുതിക്കുന്ന നാവും. ഒരു മനുഷ്യന് വേണ്ടത് ഇത് രണ്ടുമാണ്. പണ്ട് ജാതികളുടെ ആയിരുന്നപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണമോ. എന്റെയൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന ഒരു പാട്ടാണ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണം. അതായത് നെയ്യില്ല, അയ്യോ നെയ്യില്ല, ഇത് അത്യാവശ്യം നെയ്യുടെ കാര്യമുണ്ട്, ഞാൻ നിന്റെ ഇച്ചിരി നെയ്യ് എടുക്കാനുണ്ടോ? ഇല്ല, പക്ഷെ വെണ്ണയുണ്ട്. ആ മതിയല്ലോ, മതിയല്ലോ, വെണ്ണ ഒരിക്കാൻ നെയ്യ്, വെണ്ണ ഒരിക്കാൻ നെയ്യ, പിന്നെന്താ? ഇതുപോലെയാണ് എന്താ നമ്മൾ പറഞ്ഞെന്താ? എന്തൊക്കെയാ? ദൈവത്തെ മഹത്വപ്പെടുന്ന വായും തുതിക്കുന്ന നാവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മതി. കാരണം ശത്രു ഇങ്ങോട്ട് എതിര് വരുക, വലിയൊരു കൂട്ടമായിട്ട് ശത്രു എതിര് വരുക. അപ്പൊ യഹോശാഫാത്ത് എന്ത് ചെയ്ത്? യഹോശാഫാത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസന്മാരായ പുരോഹിതന്മാരെ എല്ലാം അണിയായിട്ട് നിർത്തി. കയ്യിലൊരു ആയുധമില്ല. എതിരെ വരുന്നവര് വാള്, കുന്തം, പരിച, വേല് മുതലായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടാണ് വരുന്നത്. യഹോശാഫാത്ത് കുറച്ച് പുരോഹിതന്മാരെയും ദൈവമക്കളെയൊക്കെ നിർത്തിയതിനു ശേഷം വരിയായി നിർത്തിയതിനു ശേഷം അവരെ ഒരു ആയുധമില്ല, വലിച്ചെറിയാനുള്ള ഒരു കല്ല് പോലുമില്ല, കവിണ പോലുമില്ല, ഒന്നുമില്ല. പക്ഷെ അവരോട് പറഞ്ഞതാ, നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. എന്താണ്? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ
എന്നേക്കുമുള്ളതെന്ന് അത് നിങ്ങളെ ആ ക്രമപ്രകാരം നിങ്ങളെ പഠിപ്പിച്ച പ്രകാരം പാടിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഒരു കൂട്ടർ ഒരു വശത്തുനിന്ന് ആയുധമായിട്ട് വരുന്നു, വേറൊരു വശത്തുനിന്ന് ദൈവത്തെ മഹത്വമായിട്ട് വരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണമോ? ഒന്നും വേണ്ട. ഏത് പ്രതിസന്ധിയിലും അത് മതി. ഈ കൂടി വന്ന പുരോഹിതന്മാരും ദൈവമക്കളും ദൈവജനവും എല്ലാം ഒരുമിച്ച് കൂടി നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോ ദൈവം എന്ത് ചെയ്തു? യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ജാതികളായിട്ടുള്ള ആ മഹാസമൂഹത്തെ തോൽക്കുമാറാക്കി. അവസാനം അവര് തമ്മിൽ യുദ്ധം തുടങ്ങി, ശത്രുക്കൾ തമ്മിൽ. അങ്ങനെ അവർ മുഴുവൻ നശിച്ചുപോയി. യഹോശാഫാത്ത് യുദ്ധം ജയിച്ചു. കയ്യിലെ വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, വേരുകൊണ്ടല്ല, പിന്നെയോ വായിൽ കിടക്കുന്ന നാക്കുകൊണ്ടെന്ന് പറയും. വായും നാവും ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആ യുദ്ധം നേടി. ഇവിടെയാണ് ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതെന്ന് മനുഷ്യൻ ആദ്യം പഠിക്കണം. ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടതാണ്. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ കയ്യിൽ ഇത്ര താലന്ത് സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്. നിന്റെ കയ്യിൽ എന്നാ ഉള്ളത്? എൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ നിന്റെ കയ്യിൽ എന്നാ ഉള്ളത്? എൻ്റെ കയ്യിൽ ഒരു മൃഗസമ്പത്തുണ്ട്. പലരും പറയുന്നത് ജയത്തിന് കുതിര പറ ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ഒന്നും നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. എബ്രേസ് പ്രാർത്ഥിച്ചു, യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കുകയും എന്റെ അതിനെ വിശാലമാക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എബ്രേസ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അവൻ ആഗ്രഹിച്ചതിനെ ദൈവം അവന് കൊടുത്തു. അവൻ ആഗ്രഹിച്ച ദൈവം കൊടുത്തു. പലരും പറയുന്നത് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്നു, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. മതി, കിട്ടി. അവന് ആ കാര്യം നടന്നു. കാരണം അവിടെ ഇത് രണ്ടും ഉള്ളവർ, അതൊക്കെ ആരൊക്കെ? ദൈവത്തെ ബോധപ്പെടുത്തുന്ന വായും ദൈവത്തെ സ്തുതിക്കുന്ന നാവും ഒരു മനുഷ്യന് സമ്പത്തായിട്ടുണ്ടെങ്കിൽ അവന് വേറെ പ്രത്യേകിച്ച് ആയുധങ്ങൾ വേണ്ട, പണം വേണ്ട, അവന്റെ കാര്യസാധ്യത്തിനായിട്ട് മറ്റൊന്നും അവന് വേണ്ട. ഒറ്റ കാര്യം മതി, ഇത് ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരുങ്ങിയിരുന്നാൽ മതി. ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവൻ ഇവനെ സ്തുതിക്കുമ്പോൾ അപ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും. ഇത് തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്തെന്നാൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നത് ദൈവത്തെയാണ്. മക്കൾ കരയുമ്പോഴത്തേക്കും അപ്പന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. മക്കൾ കരയുമ്പോ എന്നാ പിന്നെ ഈ അപ്പം പ്രവർത്തിക്കാത്ത എന്താ? ഇത്രയും നാളായല്ലോ, പ്രവർത്തിക്കാത്തത് എന്താ? ഇത് തന്നെ വിഷയം. എന്താണ്? യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ എഴുതിക്കും. രണ്ട് വാക്ക് അവിടെ പ്രത്യേകിച്ചതാണ്. എല്ലാ കാലത്തും പിന്നെ എപ്പോഴും. ഈ രണ്ട് വാക്കൊന്ന് എഴുതി വെക്കണം. എല്ലാ കാലത്തും വാഴ്ത്തും, എപ്പോഴും സ്തുതിക്കും. എല്ലാ കാലത്തും എപ്പോഴും. ദൈവത്തെ സ്തുതിക്കാത്ത ഒരൊറ്റ ആളുകൊണ്ട് ഇരിപ്പില്ല. ഇനി ദുഷ്ടനാണെങ്കിൽ പോലും ദൈവത്തെ ഒന്ന് സ്തുതിക്കും, ഇടയ്ക്ക് നേരം കിട്ടുമ്പോൾ, ഇനി അറിയാതെയെങ്കിലും. പക്ഷേ സ്തുതിക്ക് സാധുത വരുന്നത്, അംഗീകരിക്കപ്പെടുന്നത് എപ്പോഴാ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മോള് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക. അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണെന്നുള്ളത് അംഗീകരിക്കപ്പെടുന്നത് എപ്പോഴാ? എല്ലാ കാലത്തും എപ്പോഴും ഇത് വായിന്ന് വരുന്നുണ്ടെങ്കിൽ അവിടെ കുറിച്ചിടുക. മറ്റുള്ളവർ പറയണമെന്നില്ല. ഇന്ന് ഇത് പറഞ്ഞതിന് ശേഷം നാളെ ഒരിക്കൽ പ്രതിസന്ധി വരുമ്പോഴത്തേക്കും നേരെ മറിച്ച് പറയില്ല. അപ്പോഴും ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, എങ്കിലും എൻ്റെ നാവിന്മേൽ അവന്റെ പുകഴ്ചയുണ്ടായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. എല്ലാ മനുഷ്യർക്കും വരും. പക്ഷെ നാവിൽ എന്തുണ്ട്? പുകഴ്ചയുണ്ടാവും. ഇത് വിട്ടുപോകുമോ എന്നുള്ളതാണ് വിഷയം. ഇത് വിട്ടുപോകുന്നില്ല എങ്കിൽ അവന്റെ നില മാറി. അവിടെയാണ് മനുഷ്യന്റെ വില. അങ്ങനെയുള്ള നാവിനെയാണ്, വായനയാണ് വാൾ പോലെ മൂർച്ചയുള്ള വായ എന്ന് പറയുന്നത്. അവൻ എൻ്റെ വായെ വാൾ പോലെ മൂർച്ചയാക്കി തന്റെ പൂണിയിൽ എന്നെ ഒളിച്ചു വെച്ചു. വായ വാൾ പോലെ മൂർച്ചയാക്കി.
വാൾ പോലെ മൂർച്ചയുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ രണ്ട് കാര്യം ഓർത്തോളണം. എന്തൊക്കെയാ? രണ്ട് കാര്യങ്ങൾ ഓർത്തോളണം. എല്ലായ്പ്പോഴും എപ്പോഴും. എല്ലായ്പ്പോഴും എപ്പോഴും. എല്ലായ്പ്പോഴും എപ്പോഴും എന്തൊക്കെയുണ്ട്? ദൈവത്തിന്റെ പുകഴ്ചയും ദൈവത്തിന്റെ സ്തുതിയും വായിലും നാവിലുമുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവന്റെ വായ എങ്ങനെയുള്ള വായ? അവിടെ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് മേളിൽ ചെന്ന് ഒരു അവിടെ ഒരു വാക്കത്തി എടുക്കുക. അതെടുത്തിട്ട് കൊച്ചിനെ ആർക്കും കൊച്ചെടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആരും ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പേപ്പർ കട്ടർ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. അത് ബ്ലേഡ് പുറത്തേക്ക് വെച്ചിരിക്കുന്നതാണ്. ഈ കൊച്ച് അത് എടുക്കാൻ പോയതും ഇല്ല. ആ വീട്ടിലുണ്ടായിരുന്ന അവന്റെ അപ്പൻ അയ്യോ എന്ന് പറഞ്ഞ് ഓടി അത്രമാത്രം എന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്ന പോലെ ഓടിച്ചെന്ന് അത് മേടിച്ചെടുത്ത് ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. എന്താ സംഭവിക്കുന്നുണ്ട്? കാരണം അതിന്റെ മൂർച്ച അതുപോലെ. അതിന്റെ മൂർച്ച അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരു ദൈവത്തിന്റെ പൈതൽ ഏറ്റവും ആദ്യം തെളിയിക്കപ്പെടേണ്ടത് ഇതാണ്. 2 വാക്യങ്ങളാണ്. ഏതൊക്കെ ഓർത്തോളണം? എല്ലായ്പ്പോഴും എപ്പോഴും. എല്ലായ്പ്പോഴും എപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവനാണെന്ന് കണ്ടാൽ ശത്രു ഒരിക്കലും ആ വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടു വരാതിരിക്കാനുള്ള സകല വഴികളും നോക്കും. കാരണം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വന്നു കഴിഞ്ഞാൽ അത് കൊള്ളുന്നത് അവന്റെ മേല. അതുകൊണ്ട് ഒരു അക്ഷരം പറയാതിരിക്കാൻ നോക്കും. ദൈവമാകട്ടെ ഒരാളെ വിശ്വാസത്തിൽ വരുന്നവർക്ക് മുഴുവൻ കഷ്ടത പ്രശ്നങ്ങളാ. ദൈവമേ, എന്നാൽ ദൈവം എന്തിനാണെന്നറിയാമോ വരുന്നത്? ദൈവം ഒരു സാഹചര്യം അങ്ങ് ഒരുക്കും. എന്തിനു വേണ്ടിയിട്ടാ? കറുത്തത് ഒരാള് ചെന്ന് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്ത് ടെസ്റ്റിംഗ് എല്ലാം കൊടുത്തിട്ട് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് നോക്കിയതോടുകൂടി ഡോക്ടറുടെ മുഖഭാവം മാറി. മുഖഭാവം മാറിയതിനു ശേഷം ഡോക്ടറുടെ കൂട്ടുപ്രവർത്തകന്മാരായ ഡോക്ടർമാരോടൊക്കെ പുള്ളി കൺസൾട്ട് ചെയ്ത് എല്ലാം നോക്കി ഇയാളുടെ ഈ ഭാവമാറ്റം കണ്ടപ്പോ ഈ രോഗി നിശ്ചയിച്ച് തീർന്നു. ഞാൻ എൻ്റെ ആയുഷ്കാലം തീർന്നു. ശരി, അടുത്ത ഒരു അവധിയും വെച്ച് ഡോക്ടർ വിട്ട് കഴിക്കാനുള്ള മരുന്നും കൊടുത്തു. ഈ രോഗി പോകുന്ന വഴിക്ക് ഇങ്ങനെ ടെൻഷനാണ്. കാരണം അതിനു മുമ്പ് ക്യാൻസറിന്റെ ലക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പല ലക്ഷണങ്ങളും തനിക്കും ഉണ്ടെന്നുള്ള ഒരു ബോധ്യം, ഒരു ചിന്ത വന്നായിരുന്നു. ഡോക്ടറുടെ ഭാവമാറ്റം കൂടി ആയപ്പോഴേക്കും മനുഷ്യനെന്ന തീ തിന്നുക. ഒരു മാസം കഴിഞ്ഞതോടുകൂടി ക്ഷീണിച്ചു വലഞ്ഞ് ഈ മനുഷ്യൻ തിരിച്ചവിടുന്നു. ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശദമായിരിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞങ്ങള് അങ്ങനെ പരിഭ്രമിച്ചു പോയി, എന്താണ് എന്ന് ചിന്തിച്ച് വിശദമായ ടെസ്റ്റിനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. രോഗിക്ക് ആശ്വാസമായി. പക്ഷെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു. ഈ ഒരു മാസം കൊണ്ട് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു. എന്തുകൊണ്ട്? ആര് വല്ലതും പറഞ്ഞോ? ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. ഈ സമയത്ത് അവൻ എന്ത് ചെയ്യും? ഈ സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്യും? ഇത് കർത്താവ് അങ്ങ് ഒരുക്കുക, ആ സാഹചര്യം ഒരുക്കുക. ആ ഒരുക്കി വെച്ച സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ആരും ഒന്നും പറയണ്ട, തന്നെ അങ്ങോട്ട് അനുമാനിക്കുക. കണ്ടോ എന്റെ കയ്യിൽ ആ ചോറ് ഇത് കണ്ടോ? ആ ഞൊണൽ വന്നിരിക്കുന്നത് ബ്ലഡ് ക്യാൻസർ ഉള്ളവർക്കുള്ള അതേ ലക്ഷണങ്ങൾ തന്നെയാണ്. വേറെ ആരും പറയണ്ട, ഡോക്ടറൊന്നും പറയണ്ട, അവൻ തന്നെ ഡോക്ടറായിട്ടൊക്കെ മെനഞ്ഞോളും. മെനഞ്ഞ് അവൻ വേറെ ഒന്നുമില്ല, ആദ്യ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ആ സമയത്തും ദൈവം എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു? നാവിനെയും വായിനെയും നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഈ സമയത്ത് എന്ത് പറയുമെന്നറിയാം. മോന്റെ കാര്യത്തെക്കുറിച്ച് സഹോദരന്മാര് ഒരു തുണി കൊടുത്തുവിട്ട്, ഒരു വസ്ത്രം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് യോസേഫിന്റെ വസ്ത്രമാണോ എന്നൊരു സംശയമുണ്ട്. ചോര പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നോക്കി അറിഞ്ഞ് ഇത് ആയതാണെന്നൊന്ന് നോക്കണേ. യാക്കോബ് ആ വസ്ത്രം മേടിച്ച് നോക്കിയപ്പോ
മറ്റ് മക്കളെക്കാൾ കൂടുതൽ വാർദ്ധക്യകാലത്ത് താൻ ഏറ്റവും സ്നേഹിച്ച് തന്റെ ജീവന് തുല്യമായ തന്റെ മകന്റെ വസ്ത്രം തന്നെ സംശയമില്ല അവിടെ ഇരുന്ന് മെനയാൻ തുടങ്ങി. എന്റെ മകൻ യോസഫ് മക്കൾ ചത്തുന്നത് മക്കൾ പറഞ്ഞില്ല, മറ്റൊരു വിദ്വാന്മാരാ. ഇരുന്ന് മെനയാൻ തുടങ്ങി. മെനയാൻ തുടങ്ങിയത് എന്താ? എന്റെ മകന്റെ വസ്ത്രം തന്നെയാണ്. ഇത് എന്റെ മകന്റെ ചോരയാ. ചോരയാണോ? ചോരയാണോ? ഇല്ല, അത് തന്നെ നിരൂപിക്കുന്നതാണ്. അതിനാണ് വചനം പറയുന്നത്, നിന്റെ അസ്ത്രം എന്റെ മേൽ തറച്ചിരിക്കുന്നു. ദൈവം ഏറ്റവും ആദ്യം അയക്കുന്ന ഒരു അസ്ത്രമാണ്. അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്കാ. അതിന്റെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു. ഈ അസ്ത്രം ഒന്ന് തറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വരുന്ന എന്തുണ്ട്? വിഷമുണ്ട്. അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഇതാണ് യാക്കോബ് ഇന്ന് അനുഭവിക്കുന്നത്. ഒരൊറ്റ വാക്ക് കേട്ടു, ഇത് നിന്റെ അപ്പന്റെ, ഇത് നിന്റെ മകന്റെ വസ്ത്രം തന്നെയോ എന്ന് നോക്കി അറിയണം. ഞങ്ങൾക്ക് വഴി കിടന്ന് കിട്ടിയതാണ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ വാക്കേ കിട്ടിയോളൂ. കേട്ടപ്പോൾ തന്നെ നടുങ്ങി. അതാണ് അസ്ത്രം എന്ന് പറയുന്നത്. അസ്ത്രം. അസ്ത്രം തറച്ചു. പിന്നെ ഉള്ളത് വിഷം. വിഷം എങ്ങനെയാ? എന്റെ മകൻ ജോസഫ് ദോഥാനിലേക്ക് സഹോദരന്മാരെ അന്വേഷിച്ച് അങ്ങ് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു കാട്ടുമൃഗം ചാടി വന്നു. ഓ, എന്റെ സ്നേഹിക്കുന്ന ആ കുഞ്ഞിനെ ചാടിപ്പിടിച്ച് കടിച്ച് കീറി. വസ്ത്രം തിന്നാൻ കൊള്ളില്ല. വസ്ത്രം കളഞ്ഞതിന് ശേഷം അവന്റെ അസ്ഥിയും മാംസവും ഞാൻ ഓമനിച്ച് വളർത്തിയ അവന്റെ കയ്യോ കാലോ വളരുന്നതെന്ന് ഞാൻ നോക്കി വളർത്തിയ ആ ശരീരം മുഴുവനും ഭക്ഷിച്ച്. ഇതുവരെ ഉണ്ടായതാണോ? ഇതുവരെ ഉണ്ടായതാണോ? കുടിക്കുക. എന്ത് കുടിക്കുക? അസ്ത്രം അയച്ചത് ദൈവമാ. ഈ അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വന്ന വിഷം അത് തന്നെ അതാ കുടിക്കുന്നത്. യാക്കോബിന്റെ ആത്മാവ് കുടിച്ചോണ്ടിരിക്കുക, സോള് കുടിച്ചോണ്ടിരിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ആ കുടുംബത്തിന് എല്ലാവർക്കും അറിയാം. ആ കുടുംബത്തിൽ എല്ലാവർക്കും പറഞ്ഞാൽ ആ സഹോദരങ്ങളായ എല്ലാവർക്കും അറിയാം, യോസഫ് മരിച്ചിട്ടില്ല. യോസഫിനെ വിറ്റ് കാശ് മേടിച്ച യോസഫ് വേറെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും എന്നുള്ളത് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വീട്ടിൽ ഒരുവൻ മാത്രം അതിവേദനയിൽ തീ തിന്ന് കഴിയുക, യാക്കോബ്. കാരണം എന്താണെന്നറിയാമോ? ദൈവം അനുവദിച്ചത് അനുവദിക്കാതെ അല്ല. എന്തിനാണെന്നറിയാം? എന്തിനാ? ഇനി പ്രാണനോട് പറ്റിയിരിക്കുക. ദൈവം വിളിച്ചാൽ ഏകനായി വിളിച്ച് വേർതിരിക്കുമ്പോ അതിന്റെ പ്രാണനോട് വേറെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അത് വേർതിരിക്കാൻ കർത്താവ് ചെയ്ത പ്രവൃത്തിയാ. മാത്രമല്ല, ഈ സമയത്തും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഭാഗമാണ്. ഏതൊക്കെയാ? ഒന്നവന്റെ വായും ഒന്നവന്റെ നാവും. കാരണം ഇതൊന്ന് ജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്റെ മകനെ ഓർക്കണം, ആ അസ്ഥികളും മാംസമൊക്കെ പറിച്ചു കീറി ആ മൃഗം തിന്നുന്നെന്ന് പറയുമ്പോഴും കണ്ണുനീരുണ്ട്. മക്കളോട് പറഞ്ഞു, എന്നെ ആരും സമാധാനിപ്പിക്കണ്ട, ഞാൻ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്കാണ്. എന്റെ മരിക്കുമ്പോഴും ഈ വേദനയോടുകൂടി ഞാൻ മരിക്കുള്ളൂ. ആ വാക്ക് കേട്ടാൽ ആരും തകർന്നു പോകും. പക്ഷെ സത്യാവസ്ഥ എന്നാ? ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ദൈവം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാക്കോബിന്റെ വായിൽ ദൈവത്തിന്റെ മഹത്വവും യാക്കോബിന്റെ നാവിൽ ദൈവത്തിന്റെ സ്തുതിയും. അതിന് മാറ്റം വന്നിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാറുക. കാരണം അറിയാം, ഇവൻ ആരാന്നറിയാവോ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവൻ ഇസ്രായേലാ. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത എന്താ? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാ. ഇസ്രായേൽ ദൈവമേ സ്തോത്രം, യേശുവേ സ്തുതി എന്ന് പറഞ്ഞാൽ അവിടെ ദൈവം ഉണ്ടാവും. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഈ മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോ ഇതിലേക്ക് പ്രവേശിക്കാൻ ദൈവം പ്രവേശിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ ലോകത്തിൽ അന്ധകാരം മൂടിയ സ്ഥലം കിടക്കുക. അപ്പോ ഇവിടെ അന്ധകാരം മൂടിയ സ്ഥലമാണെങ്കിൽ ഇവിടെ കർത്താവ് വരണം. ഇവിടെ കർത്താവ് വരണമെങ്കിൽ എന്ത് വേണം? കൂടി വന്നതിന് ശേഷം രണ്ടോട്ടി ആരാധിച്ചാൽ പോരാ. പിന്നെ എന്ത് വേണം? ഒരു ഇസ്രായേലിന് ഉണ്ടാവണം. അവൻ ദൈവത്തെ സ്തുതിക്കണം. ആ സ്തുതിക്കുമ്പോ ദൈവം എത്ര ഇരുട്ടാണെങ്കിലും അവിടെ ഒന്ന് വിളിച്ചോ. ഇതിന് വേണ്ടിയിട്ടാണ് ഒരുവനെ ഇസ്രായേലിനാക്കി തീർക്കാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. എല്ലാം മനസ്സിലായി. ദിവസങ്ങൾ കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു. ഇതിങ്ങനെ പോയി.
എല്ലാവർക്കും അറിയാം യോസേഫ് മരിച്ചിട്ടില്ല എന്ന്. യാക്കോബിന് യോസേഫ് മരിച്ചു. നാളുകൾക്ക് ശേഷം യോസേഫിന്റെ വർത്തമാനം കേട്ടു. തന്നെ കൊണ്ടുപോകാനായിട്ട് രഥം കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നു. മിസ്രയീം ദേശത്തിലൊക്കെയും യോസേഫ് അധിപതിയായിരിക്കുന്നു. എന്താ ഈ കേട്ടത്? നേരാണോ? നേരാണോ? നിങ്ങൾ എന്നോട് എന്തിനാ പുറത്തു പറയണേ? അല്ല, സത്യം തന്നെ. ദൈവമേ, ഇതെന്തിനായിരുന്നു? ഇത്രയും ഈ നാളുകൾ ഞാൻ ഈ അനുഭവിച്ചത് മുഴുവൻ എന്തിനായിരുന്നു? തടസ്സം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് അന്ന് യോസേഫിന്റെ വസ്ത്രം കൊണ്ടുവന്ന്, ഇത് നിന്റെ മകന്റെ വസ്ത്രമോ എന്ന് നോക്കി അറിയണം എന്ന് പറഞ്ഞ് ദൂത് വന്നല്ലോ. അതിന് മുൻപുണ്ടായിരുന്ന ആളല്ല നീ എന്ന്. നീ ആരാണ്? ഇസ്രായേലിയാണ്, സാക്ഷാൽ ഇസ്രായേലിയാണ്. നീ സ്തുതിച്ചാൽ അവിടുത്തെ ഇരുട്ട് മാറും, വെളിച്ചമാകുന്ന ദൈവം അവിടെ ഉണ്ടാകും. കർത്താവ് സ്തോത്രം. ഇനി ഇനി നീ നിനക്കായിട്ടൊന്നും കരുതണ്ട. ഞാൻ എന്റെ ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും? വേണ്ട. ആര് പറഞ്ഞു നിന്നോട് കരുതാൻ? എന്റെ മക്കൾ എങ്ങനെ ജീവിക്കും? നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞോ? നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞോ? നീ വഴിക്ക് വന്നപ്പോ തന്നെ നിന്നോട് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യമുള്ളൂ. നിന്റെ വായും നിന്റെ നാവും വാൾ പോലെ മൂർച്ചയാക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നീ വേറെ ഒന്നും ചെയ്യണ്ട, ഒന്നും സമ്പാദിക്കണ്ട, നീ എങ്ങും എത്തിയില്ലെന്ന് ഒന്നും ചിന്തിക്കണ്ട, ഒരു ഭാരവും നിനക്ക് വേണ്ട. നിനക്ക് വേണ്ടതെല്ലാം കൈവശമുള്ളവൻ ഉണ്ട്. അവൻ അത് പ്രവർത്തിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവനെ മഹത്വപ്പെടുത്തിയാൽ മതി, അവനെ സ്തുതിച്ചാൽ മതി. ശത്രു നീങ്ങിപ്പോകും, ശത്രു നശിച്ചു പോകും. നിന്റെ ഉപജീവനം എങ്ങനെ കഴിക്കുമെന്ന് ചിന്തിക്കേണ്ട. അത് കരുതുന്നവനാണ് അവൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന അയാൾ എന്താവുമ്പോൾ അവന്റെ മേൽ തോൽവി. അവൻ കരം പിടിച്ച് നടത്തുമ്പോ അപ്രകാരം നടന്നിട്ടാൽ മാത്രം മതി. വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറൊരു കാര്യം അന്വേഷിക്കേണ്ട. കാരണം നിന്റെ വായ വാൾ പോലെ മൂർച്ചയുള്ളതാണ്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുമ്പോ ഇരുട്ട് നീങ്ങിപ്പോകും, സത്യവെളിച്ചം പ്രകാശിക്കും. ക്രിസ്തു ദൈവം അവിടെ വരും, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരും, നിന്റെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകും. ക്രിസ്തീയത എത്ര വലിയ വഴി, എത്ര ശ്രേഷ്ഠമായിട്ടുള്ള വഴി! കർത്താവ് സ്തോത്രം. അതിന് പകരം ആ ഞെരുക്കം അങ്ങോട്ട് വരുമ്പോഴേക്കും ആ ഞെരുക്കുവാണ്. സത്യത്തിൽ ഞെരുക്കം ഉണ്ടായിട്ടൊന്നും അല്ല. സത്യത്തിൽ ഞെരുക്കം ഉണ്ടായിട്ടല്ല. ആ ചേട്ടൻ അനിയൻ അവിടെ പയറ് പായസം വെച്ച് വെച്ചിരിക്കുന്നു. നല്ല ഒന്നാന്തരം പയറ് പായസം ഭക്ഷണം വെച്ച് വെച്ചിരിക്കുന്നു. വിശന്ന് എത്തിരി ഭക്ഷണം താടാ, ഭക്ഷണം തരാമെന്ന് എന്റെ ഓർമ്മ. ആദ്യം ഞാൻ ജ്യേഷ്ഠാവകാശം ഇങ്ങോട്ട് തന്നു. ജ്യേഷ്ഠാവകാശം എനിക്ക് ജ്യേഷ്ഠാവകാശം എന്തിന്? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. കർത്താവിന്റെ സ്തോത്രം. ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. കാരണം ആ കേട്ട വാർത്ത അവനെ ഒലച്ചു കളഞ്ഞു. കാരണം ഭക്ഷണം തരാൻ തയ്യാറല്ല, ജ്യേഷ്ഠാവകാശം കൊടുക്കണമെന്ന്. അവൻ കൊടുക്കും. കാരണം ഇന്ന് ഈ വിശ്വാസം കൈവശമുള്ള നല്ലൊരു ശതമാനം ജഡത്തിന്റെ താല്പര്യം വന്നാൽ അത് വിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയല്ലോ ഞെരുക്കി അവസാനം നെടുവേർപ്പെട്ട് മരണത്തെ മുന്നിൽ കാണുന്ന ഒരു സമയം വരും. ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് ഞെക്കുന്ന സമയം വരും. ആ സമയത്തും ഊഹാലല്ല അറ്റുപോകാത്ത സ്തുതിയും നഷ്ടപ്പെട്ടു പോകാത്ത ദൈവമഹത്വവും ഉണ്ടെങ്കിൽ അതായിരിക്കും നിന്റെ സമ്പത്ത്. അതിനാലാണ് നിന്റെ ജീവിതം പിന്നെ വേറെ ദിശയിലേക്ക് തിരിയുന്നത്. എന്നാൽ ഏശാവ് അവിടെ അസ്തമിച്ചു പോയി. ഭക്ഷണം കഴിച്ചു, ജ്യേഷ്ഠാവകാശം കൊടുത്തു, ഭക്ഷണം കഴിച്ചു, വയറ് നിറച്ചു, അവന് എഴുന്നേറ്റ് പോയി. എന്താ ആ പോക്ക്? എന്ത് ചെയ്തിട്ടാ പോകുന്നേ? സ്വർഗത്തിൽ ഇരട്ടി അവകാശമുള്ളവൻ പോണ പോക്ക് കണ്ടോ? ഒരു ഊണ് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞേച്ചേ. ഇതിനല്ലേ ഈ കിടന്ന് കളിക്കുന്നത്? ഇനി നിന്റെ ആയുഷ്കാലത്ത്
പിന്നീട് നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഏശാവിന്റെ വായിൽ നിന്ന് വരുന്നത് എന്താ? യാക്കോബിന്റെ വായിൽ നിന്ന് ഇസ്രായേലിനായിട്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന ശബ്ദം പുറപ്പെട്ടു വരുമ്പോൾ ഏശാവിന്റെ വായിൽ നിന്ന് എന്താ വരുന്നത്? അത് മാലാഖി പ്രവചിച്ചത് മത്സരമാണ്. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിലും, ദൈവം ഞങ്ങൾ ഇടിച്ചു കളഞ്ഞിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ വീണ്ടും പണിയും. മത്സരമാണ്. ആയുഷ്കാലത്ത് ഒരിക്കലും അവന്റെ വായിലുള്ളതും അവന്റെ നാവിലുള്ളതും കൊണ്ട് അവന് ജീവിക്കാനല്ല, പിന്നെയോ ആ നാവിനാൽ തന്നെ അവൻ ഒടുങ്ങിപ്പോകത്തക്കവണ്ണമുള്ള ജീവിതമാണ് അവന് ലഭിച്ചത്. അവരുടെ ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുകയാണല്ലോ. ഇന്ന് ഈ ആരാധനയിൽ നമ്മൾ ആയിരിക്കുകയാണല്ലോ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നല്ലോ. ഞെരുക്കമുണ്ടല്ലോ, ഇടുക്കമുണ്ടല്ലോ, ഭാരമുണ്ടല്ലോ, അതിവേദനയുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്. യോസേഫ് ജീവിച്ചിരിക്കുന്നുവെന്നും തെളിവായിട്ട് രഥവും അയക്കുന്ന ഒരു ദിവസമുണ്ട്. ഭക്ഷണം മുഴുവൻ കഴിച്ചതിന് ശേഷം വിശപ്പ് മാറി, അയ്യോ എന്റെ ജ്യേഷ്ഠാവകാശം വിറ്റുപോയല്ലോ എന്ന് ചോദിക്കാനല്ല, പിന്നെയോ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നൊരു തീരുമാനം വരുന്നൊരു സമയമുണ്ട്. അന്ന് വിട്ടുമാറുന്ന പോരാട്ടമേ യേശുനാമക്കാരനുള്ളൂ. സംശയം വേണ്ട, ഒരിക്കൽ കൂടി പറയാം. ഇന്ന് ഇത് നിമിത്തം ഞാൻ അസ്തമിച്ചു പോവുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ ശരി, അതിനാൽ ഞാൻ തീർന്നു പോകട്ടെ. കാരണം മരിക്കുന്നത് ഞാനല്ല, അവകാശിയാണ്. മരിക്കുന്നത് ഞാനല്ല, പിന്നെ ആരാ? ജ്യേഷ്ഠാവകാശിയാണ് മരിക്കുന്നത്. ദൈവം സമ്മതിക്കോ? ജ്യേഷ്ഠാവകാശി പട്ടണം കിടന്ന് ഇപ്പൊ ചാകാൻ കർത്താവ് സമ്മതിക്കോ? സമ്മതിക്കില്ല. നാബോത്ത് പറഞ്ഞതുപോലെ, നീ എനിക്ക് വലിയ മുന്തിരിവള്ളി തോട്ടം എനിക്ക് തരാന്ന് പറഞ്ഞു. എന്റെ മുന്തിരിത്തോട്ടം തന്ന നീ എനിക്ക് ശ്രേഷ്ഠമായ മുന്തിരിത്തോട്ടവും പണവും ഒക്കെ തരാന്ന് പറഞ്ഞല്ലോ. സംഭവം അതല്ല. ഇതെന്താണെന്നറിയാമോ? ഈ ചെയ്തിരിക്കുന്ന ഈ കാണുന്നത് മുന്തിരിത്തോട്ടത്തിന്റെ മഹിമയല്ല, അത് അത്തിത്തോട്ടത്തിന്റെ മഹിമയുമല്ല, പിന്നെയോ എന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്. ഇന്ന് ഞാൻ ഈ ലോകത്ത് ജീവിച്ച് അസ്തമിച്ച് പോയതിനു ശേഷം നാളെ മശിഹ ഉടയവൻ ഈ ലോകത്തെ ഭരിക്കാൻ വരുന്ന സമയത്ത് ഈ അവകാശത്തിലേക്ക് ഞാൻ വരേണ്ടതാണ്. അത് നിനക്ക് വിൽക്കാൻ എനിക്ക് ഇടവരല്ലേ ദൈവം? അവനെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ വഴി നോക്കി. എന്നാൽ അവൻ വീണില്ലെങ്കിലും അവന്റെ രക്തം അവിടെ വീണു. അവന്റെ രക്തം അവകാശിയുടെ രക്തമാണത്. വിറ്റ് കളഞ്ഞവന്റെ രക്തമല്ല, അവകാശം വിറ്റവന്റെ രക്തമല്ല, പിന്നെയോ അവകാശിയുടെ രക്തമാണ് അവിടെ വീണത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, നാളെ ഇതാ നമ്മള് കർത്താവിന്റെ രാജ്യത്തിൽ അവകാശത്തിൽ നാബോത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ വിശ്വാസികളാണല്ലോ. നിശ്ചയമായിട്ടും ആ ദിവസം അത് നമുക്കൊന്ന് കാണണം, ഓർത്ത് വെച്ചോളണം. അന്ന് ആ ഗോത്രത്തിൽ, നാബോത്തിന്റെ ഭൂമിയിൽ, ആ മുന്തിരിത്തോട്ടത്തിൽ കല്ലെറിഞ്ഞു വന്ന ആ സ്ഥാനത്ത് സ്വന്തം രക്തം അവിടേക്ക് ഒഴുകി വീഴുമ്പോ നായ്ക്കൾ വന്ന് നക്കിയെടുത്ത ആ സ്ഥലത്ത് വെച്ച് നാബോത്ത് ജീവനോടെ, ഹല്ലേലൂയ, കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നത് നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണും. അന്യനല്ല, സ്വന്തം കണ്ണാൽ കാണുമെന്ന് യോബ് പറയുന്നു. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ അതിനു വേണ്ടി യോഗ്യരാക്കി തീർക്കുവാൻ ഇന്ന് കടന്നു വരുന്ന ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ അത് എത്രയാണെങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇത് വെറും ഒരു മായ പോലെ പോയി പോകാവുന്നതേ ഉള്ളൂ. ഇത് തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മേലുള്ള ഈ സകല ദോഷങ്ങളും, സകലവിധ കഷ്ടങ്ങളും, പ്രയാസങ്ങളും എല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നാവിന്റെ മൂർച്ച ഇല്ലാതാക്കണം, വായിന്റെ മൂർച്ച ഇല്ലാതാക്കണം. പറയല്ലേ ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് പറയല്ലേ, ഞാൻ മടുത്തു എന്ന് പറയല്ലേ, എന്റെ ജീവിതം ഇനി എന്തിനെന്ന് ചോദിക്കല്ലേ. സ്തോത്രം. ഇത്രയെല്ലാം വേദനയും കഷ്ടതയും ഉള്ളപ്പോൾ വിതുമ്പിക്കോ, നിലവിളിച്ചോ, അതൊന്നും വേണ്ടെന്ന് കർത്താവ് പറയുന്നില്ല. വിലപിച്ചോ, അതും വേണ്ടെന്ന് പറയുന്നില്ല. നാവിൽ നിന്ന് സ്തുതി വിട്ടു പോകരുത്. ശത്രുവിന് ഇപ്പോഴും പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഈ ഞെരുക്കം. നമ്മുടെ മേൽ
ശത്രുവിന് ഇനി ഒരു പ്രതീക്ഷ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വേദന. എന്നാൽ ഇതുകൊണ്ടൊന്നും എന്റെ നാവിനെ അവന് കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയം അത് ഓടിക്കളയും. നിങ്ങളെ വിട്ട് അങ്ങനെ പോകും, ഓടിപ്പോകും. എന്താ കാരണം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, വാക്കത്തി എടുത്തപ്പോ കൊച്ചു വാക്കത്തി എടുത്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബ്ലേഡ് എടുത്തു കഴിഞ്ഞപ്പോ നിലവിളിച്ചുകൊണ്ടാണ് അവന്റെ പിതാവ് ഓടിച്ചെന്ന് പിടിച്ചത്. ഇതുപോലെയാണ് ഈ കളി കളിച്ച് സന്ദർഭം ഏറ്റവും ഓർക്കണം. വീണ്ടും ഓർപ്പിക്കുക, ഇതൊരു പ്രത്യേക സന്ദർഭമാണ്. ഇതൊരു ഏറ്റവും കഠിന ശോധനയാണ്. ശത്രു ഈ കളി കളിക്കുന്നത് എന്നറിയോ? നോക്കി ഏതെങ്കിലും തരത്തിൽ പറ്റുമെന്നാ. പറ്റുകയില്ല. ഇത് വാൾ പോലെ മൂർച്ചയുള്ളതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന ഒരു സമയം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. മടുത്തു പോകുന്നു. അന്ന് മുതൽ നിന്റെ സ്വത്ത്, അന്ന് മുതൽ നിന്റെ ധനം, അന്ന് മുതൽ നിന്റെ ആയുധം, അന്ന് മുതൽ നിനക്കുള്ള സകലതും നിന്റെ നാവും നിന്റെ വായുമായിരുന്നു. ദൈവപ്രവൃത്തി അത് വലുതാണ്. ദൈവപ്രവൃത്തി അത് വലുതാണ്. അതുകൊണ്ട് ഇന്ന് ഈ ക്ഷണികമായി ചെറിയൊരു കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതായ കാര്യങ്ങളിൽ നിരാശപ്പെടാനല്ല. പിന്നെയോ, ദൈവമേ എന്റെ തീയിൽ വീണാലും രക്തമൊഴുകിയാലും കർത്താവേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാടും. തന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, എങ്കിലും എൻ്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടാകുന്നു. എൻ്റെ ധനം ഇത് തന്നെയായിരിക്കാം. എന്ത്? എൻ്റെ വായു, മൂർച്ചയുള്ള നാവുമായി ഞാൻ ഈ ലോകത്തെ ജയിക്കാൻ കർത്താവ് എനിക്ക് എന്നെ വിളിച്ചിരിക്കുമ്പോൾ ആ ലക്ഷ്യപ്രാപ്തിക്കായി ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളെ കർത്താവ് കേൾപ്പിച്ച ഈ വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എന്താണ് ഞങ്ങളോട് സംസാരിച്ചതെന്നും എന്തിനാണ് സംസാരിച്ചതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ എൻ്റെ കർത്താവെ, പൂർണ്ണമായി ഞങ്ങൾക്ക് വരുവാനിരിക്കുന്ന സാഹചര്യങ്ങൾ, വരുവാനിരിക്കുന്ന സന്ദർഭങ്ങൾ, എതിരുകൾ, പ്രതിസന്ധികൾ അതൊക്കെയും എൻ്റെ കർത്താവ് അറിയുന്നു. ദൈവമേ, ഇതിനൊക്കെയും തരണം ചെയ്ത് ഞങ്ങളുടെ നാവും വായും മൂർച്ചയുള്ളതെന്ന് കണ്ടിട്ട് ഒരിക്കലും ഇതിനെ ജയിക്കാൻ കഴിയുകയില്ല എന്ന് കണ്ട് ശത്രു വിട്ട് ഓടിപ്പോകുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് വാലിത്തരം തിരുനാമഹത്തോട് പറയാം. കാത്തോർന്ന് വെച്ച് അനുഗ്രഹിക്കണമേ. നന്മകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി.